വോട്ട് വേണ്ട, ക്ഷമിക്കണം, SDP-യുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയും? എന്തിനാണ് അങ്ങനെ പറയുന്നത്? സാധാരണ അല്ല, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും അറിയപ്പെടുന്ന വർഗീയ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ജമാഅത്തെ ഇസ്ലാമി. സംശയമുണ്ടോ? ഇല്ലല്ലോ. ആ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ 3 ആഴ്ച മുമ്പ് ഞങ്ങൾ UDF-നെ ഏകപക്ഷീയമായിട്ട് പിന്തുണക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും കോൺഗ്രസ്സുകാർ പറഞ്ഞോ ഞങ്ങളുടെ വോട്ട് വേണ്ടെന്ന്? എന്തിനാ അതിനു വേണ്ടി വാദിക്കണ്ട. ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട് വർഗീയമാണെന്ന് നിങ്ങൾ സമ്മതിച്ചു. ആ വോട്ട് വേണ്ട എന്ന് UDF പറഞ്ഞില്ലല്ലോ. വർഗീയ പാർട്ടിയാണോ? വർഗീയ പാർട്ടിയാണോ? പക്ഷേ അതൊക്കെ വിശകലനം ചെയ്യേണ്ടിയാണ് ഒരുപാട് കാര്യം. ഒരു കാര്യം പറയാം, ഇതിന് മറുപടി പറയണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് UDF പറയണം. പറഞ്ഞ പോലെ പറയാൻ ഒരു ഞങ്ങൾക്ക് അതിന് കൃത്യമായ നിലപാടുണ്ട്. വർഗീയ പാർട്ടികളാണെന്നും ഭീകരവാദം വെറുതെ ആവശ്യമില്ലാണ്ടിക്കൊണ്ടിരുന്നിരുന്നത് വർഗീയ പാർട്ടികളാണെന്നും ഭീകരവാദ പ്രസ്ഥാനങ്ങളാണെന്നും ജനാധിപത്യ പ്രസ്ഥാനങ്ങളാണെന്നും കൃത്യമായിട്ട് വിശകലനം ചെയ്തു പോയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും യാതൊരു അടിസ്ഥാനമില്ല. കാരണം ഞങ്ങൾ ഇടതുപെട്ട ജനാധിപത്യ മുന്നണിയുമായിട്ടാണ് മത്സരിക്കുന്നത്. ആ മുന്നണിയായിട്ട് തന്നെയാണ് മത്സരിക്കുക. അങ്ങനെ മത്സരിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ അതുപോലെ തന്നെ ലീഗുകാർ ഇവരൊക്കെ പലയാളുടെയും വോട്ട് വേണം, ഞങ്ങളത് വാങ്ങും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ SDP-യുടെ വോട്ടും വാങ്ങുമെന്ന് പറയുന്നുണ്ട്. പറയണ്ട, ഞാൻ പറഞ്ഞോളാം. SDP-യുടെ വോട്ട് വേണ്ടാന്ന് VD സതീശൻ പറഞ്ഞില്ല കാര്യം. VD സതീശൻ പറഞ്ഞില്ല കാര്യം നടക്കുന്നത്. ഒരു കാര്യം കളവല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുക. രാവിലെ എഴുന്നേറ്റത് മുതൽ കളവ് പറയാൻ തുടങ്ങിയിട്ടുള്ള ഒരാളാണ്. പരസ്യം എന്താ ഞാൻ പറഞ്ഞത്? SDP-യുടെ വോട്ട് ഞാൻ പറയാം. SDP-യുടെ വോട്ട് വേണ്ടെന്ന് മാത്രമല്ല അവർ പറയേണ്ടത്. അവർ ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞോ? കേക്ക് ജമാഅത്തെ ഇസ്ലാമിൻ്റെ വർഗീയല്ലേ, അത് വേണ്ട പറഞ്ഞോ? UDF-ന്റെ നിലപാട് പറയട്ടെ, അവർ പറയട്ടെ. അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നിലപാട് പറഞ്ഞോ. ആര്? അല്ലല്ല, ഉടനെ SDP-യിലേക്ക് ഞാൻ പറയുന്നത് കേൾക്ക്. ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട് വേണ്ടെന്ന് അവർ പറഞ്ഞോ? അത് വർഗീയ പാർട്ടിയല്ലേ? അല്ല, നിങ്ങളുടെ എടുക്കണേ, പിന്നെ എടുക്കണ്ട. ഞാൻ പറയും. SDP നമ്മൾ പിന്തുണ പ്രഖ്യാപിച്ചില്ലല്ലോ. അല്ല, വേണോ? അത് അന്ന് മാനസിക കണക്ക് വേണ്ട. അഭിമന്യുവിന് ഇപ്പം നിങ്ങൾക്ക് വലിയ ഈ വ്യക്തിസാക്ഷ്യത്തോട് സ്നേഹം കൂടിയില്ല. ഒറ്റ കാര്യം ഞാൻ പറയാം. കേക്ക് SDP-ക്കാരാണ്. എന്താ സംശയമൊക്കെ? എന്തിനാണ് അങ്ങനെ പറയിപ്പിക്കുന്നത്? ഇപ്പോൾ ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, അതിതാണ് SDP ആരെയാണ് പിന്തുണക്കുക എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ മാനസിക കണക്ക് കൂട്ടിയിട്ട് അവർ പ്രഖ്യാപിക്കുന്നതിനെ പറ്റി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇപ്പം എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പ്രഖ്യാപിക്കട്ടെ. ആയിട്ടില്ല, പ്രഖ്യാപിക്കട്ടെ. അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാട് എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞ വർഗീയവാദിയുണ്ട്, അത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ആ പ്രഖ്യാപിച്ച ജമാഅത്തെ ഇസ്ലാമി UDF-നാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപിച്ച വർഗീയവാദ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് UDF ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞോ? അല്ല, ഞാൻ പറയുന്നത് ഒരു സ്ഥലത്തും പറഞ്ഞില്ല, ഇന്നേ വരെ പറഞ്ഞില്ല. VD സതീശനും പറഞ്ഞിട്ടില്ല. ഒരു സ്ഥലത്തും ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ട് വേണ്ടെന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടില്ല. അല്ല, അത് ഓരോ സ്ഥാനാർത്ഥികളും പറഞ്ഞിട്ടുണ്ട്. അത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും പറഞ്ഞിട്ടുണ്ട്, ലീഗിന്റെ സ്ഥാനാർത്ഥിയും പറഞ്ഞിട്ടുണ്ട്, സ്വതന്ത്ര സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവരവരുടെ രീതിയാണ്. ഞങ്ങൾ പാർട്ടി എന്ന രീതിയിൽ നിലപാട് സ്വീകരിക്കണമെങ്കിൽ അവർ പറയട്ടെ.
ഞാൻ മാനസികമായ നിലപാട് സ്വീകരിക്കുന്നതനുസരിച്ചല്ലല്ലോ യു ഡി എഫിന്റെ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർഗീയതക്കെതിരായിട്ട് ഞങ്ങൾ ശക്തിയായിട്ട് പൊരുതുന്നു എന്നല്ലേ? ആ പൊരുതുന്നു എന്ന് പറയുന്നത് ഇവന്റെ തലേന്റെ മേലെ കിടക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമി. ഞങ്ങളുടെ നിലപാട് അവരുടെ നിലപാട് വന്നാൽ അപ്പോൾ നിലപാട് പറയാണ്ട് നിങ്ങൾ എന്തിനാ എന്റെ നിലപാടിന് വേണ്ടി ചോദിക്കുന്നത്? ഞങ്ങൾക്ക് നിലപാട് ഇപ്പൊ പറയുന്നില്ല. ഇല്ല, ഞങ്ങളുടെ നിലപാട് കൃത്യമായിട്ട് പറയും. അപ്പൊ എപ്പോ SDPI പറയട്ടെ, അത് നോക്കാം. അവര് പറയുന്നത് പറയാം. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നില്ല എന്നുള്ളത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ട്. ശുദ്ധ അസംബന്ധം. എപ്പോഴാണ് വിമർശിച്ചത്? ലാസ്റ്റ് എല്ലാ സന്ദർഭത്തിലും എപ്പോഴാണ് വിമർശിക്കാതിരുന്നത്? ഏതൊരു പ്രസംഗം പറഞ്ഞു? ആ എല്ലാ പ്രസംഗം കൊണ്ട് പ്രസംഗത്തിൽ നിങ്ങൾ ഏതാ പത്രം? ഞാൻ ജയ്ഹിന്ദ്. ആ ജയ്ഹിന്ദ് പിന്നെ പറഞ്ഞത് മനസ്സിലാവും. അത് മനസ്സിലാവില്ല. ഏതൊരു സ്ഥലത്ത് എല്ലാ സ്ഥലത്തും പ്രസംഗിച്ചു. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. കേക്ക് പറയുന്നത് റിപ്പോർട്ടർ ചാനലിന്റെ ലൈബ്രറിയായിട്ട് ഒന്ന് ബന്ധപ്പെട്ട് നോക്കൂ. ഇന്ന് കേക്ക് റിപ്പോർട്ടർ ചാനലിന്റെ ലൈബ്രറിയുമായിട്ട് ഇന്നൊന്ന് ബന്ധപ്പെട്ട് നോക്കിയാൽ 15 എണ്ണം കിട്ടും. 15 പ്രസംഗം കിട്ടും. പിന്നെ ഒന്നല്ല, ഇതിനെ ഒന്നാക്കുന്നു 15 എണ്ണം. ഇപ്പം തന്നെ ബന്ധപ്പെട്ടു. അല്ലല്ല, CPMന്റെ നിലപാട് പാർട്ടിയുടെ നേതാക്കന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾ എല്ലാ വർഗീയതക്കും എതിരാണ്. ഞങ്ങൾ കോൺഗ്രസ് നേതൃത്വ UDFനെതിരാണ്. കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുണ്ടല്ലോ VD സതീശൻ, കണ്ടിട്ടില്ലേ നിങ്ങൾ? RSS നേതാവായിട്ടുള്ള ഗുരുജി ഗോൾവാൾക്കറുടെ പടത്തിന് മുമ്പിൽ കുമ്പിട്ട് വിളക്ക് കൊളുത്തുന്ന ചിത്രം വന്നല്ലോ. അപ്പോൾ വർഗീയ ശക്തികളുമായിട്ട് സമരസപ്പെടുക എന്ന നിലപാട് അത് UDFനുള്ളത്. അപ്പോൾ UDFനെയും BJPയെയും ശക്തമായിട്ട് എതിർക്കുന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. വ്യക്തികൾ എന്ന നിലക്ക് പലരും ഞങ്ങൾക്ക് വോട്ട് ചെയ്യും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ നിലപാടിനനുസരിച്ചാണ്. വിശാലാർത്ഥത്തിൽ നിയമത്ത് ഈ ആരുടെയും വോട്ട് വാങ്ങാമെന്ന് ചൂണ്ടി പറയുന്നു. SDPയുടെ വോട്ട് അതിൽ ഉൾക്കൊള്ളും. അപ്പൊ അങ്ങനെ എങ്കിലും കളിപ്പറമ്പിലോ കണ്ണൂരിലോ മറ്റിടങ്ങളിലോ അങ്ങനെ വിശാലാർത്ഥത്തിൽ SDPയുടെ വോട്ട് അല്ല, ഇതിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ നിലപാടുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. LDFന് കൃത്യമായിട്ട് രാഷ്ട്രീയ നിലപാടുണ്ട്. ഞങ്ങൾക്ക് ആരെയെങ്കിലും ചാരി നിൽക്കേണ്ട ആവശ്യമില്ല. അല്ല, ആരെയെങ്കിലും ചാരി നിൽക്കേണ്ട ആവശ്യമില്ല. അതായത് നിലപാടിനെ ചാരിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്താ ഞങ്ങളുടെ നിലപാട്? ഓരോ പ്രശ്നങ്ങളിലും, സമൂഹം നേരിടുന്ന ഓരോ പ്രശ്നങ്ങളിലും LDFന് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. ഇന്നത്തെ യുദ്ധ സാഹചര്യം BJPക്കുണ്ടോ പിന്നെ നിലപാട്? അമേരിക്കൻ സാമ്രാജ്യത്വം നടത്തുന്ന ആക്രമയുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് മലയാളികളായിട്ടുള്ള പ്രവാസികളടക്കം ഇന്ന് അനുഭവിക്കുന്ന പ്രയാസം. അപ്പോൾ അതുകൊണ്ട് അതിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. രാജ്യത്ത് കോർപ്പറേറ്റുകൾ പോറ്റി വളർത്തുന്ന 2 വലതുപക്ഷ ശക്തികളാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 1-ാം സ്ഥാനമായിരിക്കാം കോർപ്പറേറ്റുകൾ ഫണ്ട് കൊടുക്കുന്നത് BJPക്കാണ്. 2-ാം സ്ഥാനമായിരിക്കാം കോൺഗ്രസിനാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേറ്റുകളിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കാതെ ജനങ്ങളുടെ അധികാരം ഉറപ്പിക്കുന്ന, ജനാധിപത്യ വ്യവസ്ഥയെ അർത്ഥപൂർണ്ണമാക്കുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത്. 3-മതായിട്ട് കേരളത്തിലെ 10 വർഷത്തെ വികസനക്ഷേമ പരിപാടികൾ അത് തുടരണം. അത് തുടർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം. ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട്. ആ രാഷ്ട്രീയ നിലപാടിനെ പിന്തുണക്കുന്ന ഏത് വ്യക്തിയുടെയും വോട്ട് LDFന്റെ സ്ഥാനാർത്ഥിക്ക് വേണം. സംഘടിതമായ കേരള സ്വഭാവമുള്ള സംഘടനയാണ് അവരുടെ അധികളിൽ പിന്നിൽ വ്യക്തികളായിട്ട് വേറെ സ്ഥലത്തിൽ വോട്ട് ചെയ്യാൻ ഉണ്ടാകാറ്. അത്തരത്തിൽ വേണ്ട, അവരുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നത് അല്ല, നേരത്തെയുള്ള ചോദ്യത്തിന്, താങ്കൾ ചോദിച്ച ചോദ്യത്തിനും വ്യക്തമായ മറുപടി അടങ്ങിയിട്ടുണ്ട്. അതായത് PK ശ്യാമൾ ടീച്ചർ തളിപ്പറമ്പ് മണ്ഡലത്തിൽ മത്സരിക്കുന്നതും കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലവും LDF സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതും ഉയർത്തിപ്പിടിക്കുന്ന ഒരു നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആ നിലപാടിന് അനുകൂലമായിട്ട് ഏതൊക്കെ വ്യക്തികൾ വോട്ട് ചെയ്യുമോ ആ വോട്ടുകളെല്ലാം ഞങ്ങൾ സമാഹരിക്കും. നേരത്തെ പറഞ്ഞ മറുപടിയിൽ അതുണ്ട്.
അതിനെക്കുറിച്ചുള്ള താങ്കളുടെ നിലപാടിൻ്റെ പുസ്തകം. അപ്പം അങ്ങനെ ഒരു നിലപാട് താങ്കൾ പുസ്തകം എഴുതിയതിന് ശേഷം PDP മാറിയിട്ടുണ്ടോ? PDPയുടെ പിന്തുണ LDF തരുന്നോ എന്നല്ലാത്തതാണ്. അതായത് എൻ്റെ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടില്ലെന്ന് തോന്നുന്നത്. ഇല്ല. അതായത് എൻ്റെ പുസ്തകത്തിൻ്റെ പേരെന്താണെന്നറിയോ? കേരളം, മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം. അപ്പോൾ മുസ്ലിം രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ ഇസ്ലാമിനെയും രണ്ടായി കണ്ടുകൊണ്ടുള്ള സമീപനമാണ് ആ പുസ്തകത്തിലുള്ളത്. അതിൽ അബ്ദുൽ നാസർ മദനിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആദ്യകാല നിലപാടുകളോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. അവസാന കാലത്ത് മതനിരപേക്ഷത ശക്തികൾക്കൊപ്പമാണ് അദ്ദേഹം നിലനിന്നിട്ടുള്ളത്. എല്ലാം സമഗ്രമായി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്തുണയിൽ പ്രശ്നമില്ല തന്നെയാണ്. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഇതെല്ലാം വ്യക്തമാണ്. ആ പുസ്തകം നിങ്ങൾ ശരിയായിട്ടൊന്ന് വായിച്ചു നോക്കണം. അതേക്കുറിച്ച് അല്ല, പ്രതിഷേധമുയർത്തിയല്ല ഞാൻ പറയുന്നത്. ഞാൻ എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മദനിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഭാഗമുണ്ട്. അവസാന കാലത്ത് അദ്ദേഹം പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ് നടത്തിയത്. ആ നിലക്ക് മതനിരപേക്ഷ നിലപാടിനോടൊപ്പമാണ് അദ്ദേഹം പിൽക്കാലത്ത് നിന്നിട്ടുള്ളത്. അല്ല, അത് നേരത്തെ പറഞ്ഞതിൽ അതെല്ലാം അടങ്ങിയിട്ടുണ്ട്. പുസ്തകത്തിൽ പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും എല്ലാം ഒരുപോലെ തന്നെ, വ്യത്യാസമില്ല.